അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ, വല്ലാത്ത ടെൻഷനിലാണുള്ളത്. നമ്മുടെ സമസ്തൻ്റെ നേതാക്കളൊക്കെ വലിയ ടെൻഷനിലാണ്. സമസ്ത സെൻറ്റനറി പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് കൂരിയാട് ആണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമ്മേളനത്തോടു കൂടെ നിങ്ങളെ കഥ കഴിക്കുമെന്നും പറഞ്ഞു, ഞങ്ങൾക്ക് അടുത്തായെന്നും പറഞ്ഞിട്ട് ഇപ്പം നമ്മളെ നൗഷാദ് ഇറങ്ങിയിട്ടുണ്ട്. വല്ലാത്ത പേടിയിലാണ് നമ്മളെ സമസ്തക്കാരനൊന്ന് കേട്ടു നോക്കി. കൂരിയാടായത് നമ്മളെ കുരി നൗഷാദിന് കാര്യങ്ങളൊന്നും കൂടെ എളുപ്പമാക്കി കൊടുത്തു എന്നപ്പോൾ അവൻ പറയുന്നത്. ഏതായാലും അതിനെക്കുറിച്ച് നമുക്ക് എന്തൊരു പോംവഴിയെന്ന് നമ്മളെല്ലാവരും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ നൗഷാദ് പറയുന്ന വെല്ലുവിളി ഒന്ന് കേട്ടു നോക്കുക. എന്താ കാര്യം? കൂരിയാട് വേദിയാവുമ്പോ ഞങ്ങൾക്ക് എളുപ്പമാണ് പൊളിക്കാൻ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നക്കിൽ അടി പിടി വെട്ട് കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നക്കിൽ. നിന്റെ സംഗതി എന്തായിരുന്നു അറിയാം? നൗഷാദ് പേടിച്ചു അങ്ങ് തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുപോയിട്ടായിരിക്കും നമ്മുടെ സെന്റിനറി പ്രഖ്യാപിക്കുക. അങ്ങനെ വന്നാൽ പിന്നെ അതിന്റെ പിന്നിൽ കുടുക്കും കൂടാരൊക്കെ എടുത്തിട്ട് അങ്ങ് വരെ പോകാനുള്ള ഒരു ആവത് നമ്മളെ കൊണ്ടില്ലല്ലോ. എന്താ ഇപ്പം ചെയ്യാന്ന് പേടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സെന്റിനറി കൂരിയാടാണെന്ന് പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടെ നൗഷാദ് ഒരു സന്തോഷമായി. പിന്നെ ദൂരം പോകണ്ടല്ലോ, കുടുക്കും കൂടാതെ ഇവിടെ തന്നെ അടുത്തുണ്ടായിരുന്നു. നിങ്ങൾക്ക് എളുപ്പമാവട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ പ്രഖ്യാപിച്ചത്. നിങ്ങൾ ഈ സമസ്യയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാ ജനങ്ങളും നിങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെ നൗഷാദെ ഈ പരിപാടി ഇവിടെ പ്രഖ്യാപിച്ചത് എന്ന് മനസ്സിലാക്കിക്കോ. എൻ്റെ പൊന്നാരൻ നൗഷാദെ, നിനക്ക് എന്തിൻ്റെ കേടാ? നിനക്ക് തന്നെ അറിയാം നീ പറയുന്ന കാര്യം മലവെള്ളപ്പാച്ചിൽ മുറം കൊണ്ട് നടക്കാൻ പറ്റൂല. നീ ജനിക്കുന്നതിൻ്റെ മുമ്പ്, നിന്റെ ബാപ്പാപ്പന്മാർ ജനിക്കുന്നതിന് മുമ്പ് രൂപീകരിക്കപ്പെട്ട ഈ സമസ്ത അതിനെ ഒറ്റ ദിവസം കൊണ്ട് പൊളിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന നീ ഉണ്ടല്ലോ, നിന്നെപ്പോലെ ഒരു പമ്പര വിഡ്ഢി ലോകത്താരുമില്ല. പിന്നെ ഈ സമസ്തയുടെ ഈ സമ്മേളനത്തെ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കാൻ കച്ചകെട്ടിറങ്ങിയത് ഈ കൗമന്യാണ്. പമ്പേഴ്സ് സമത് ഒരു പ്രഖ്യാപനം നടത്തി. ആ സമസ്തയിലേക്ക് ഒരു നയാ പൈസയും ആരും കൊടുത്തു പോകരുത്. നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നാളെ മാസ്റ്ററിൽ ചോദിക്കപ്പെടും. ആ ചോദിക്കുന്ന സമയത്ത് ഈ സമസ്തയിലേക്ക് സംഭാവന നൽകിയെന്നറിഞ്ഞാൽ എന്ന് പറയേണ്ടി വന്നാൽ അത് നമ്മുടെ പരാജയത്തിന് കാരണമാണ്, നമ്മൾ ദുർവിനിയോഗമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രഭാഷണം നടത്തി. അതോടുകൂടെ സമസ്ത സെന്റിനറിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട പെട്ടികളിൽ ഇപ്പോൾ പൈസയുടെ കൂമ്പാര ഓരോ യൂണിറ്റുകളും മത്സരിച്ചാണ് ആ കാര്യം വിജയിപ്പിച്ചെടുക്കുന്നത്. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം സമസ്ത സെന്റിനറി കാര്യമായ ചെലവുകളൊന്നും കൂടാതെ, കാര്യമായ അധ്വാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയല്ലോ. അതിനൊരുപാട് നന്ദി നിങ്ങളോടുണ്ട്. പിന്നൊരു കാര്യം വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വയറ്റ് പ്രശ്നമാണത്. നിങ്ങളെ അന്നമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ അത് കാരണമായിട്ട് ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. നാളെ മരിക്കണമെന്നൊരു ബോധം നിങ്ങൾക്കും വേണം. പിന്നെ ഇതിനിടക്ക് നമ്മുടെ കുഞ്ഞാമ്മ ചങ്കും കൊല്ലിയും വീർപ്പിച്ച് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. അതായത് ഈ സമസ്യയിൽപ്പെട്ട ആളുകളുടെയൊക്കെ തലപ്പ് മുറിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതേ ഭാഷയിൽ ഇപ്പം നമ്മൾ മറുപടി പറയണം. പക്ഷെ നമുക്കത് യോജിക്കാത്തത് കൊണ്ട് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞാമ്മ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തലപ്പ് മുറിക്കാത്ത കൗമിൻ്റെ കൂടെ ആയിരുന്നല്ലോ കുറേ കാലം ഉണ്ടായിരുന്നത്. അതിന് ശേഷം തെറ്റിപ്പിരിഞ്ഞു പോയി നിങ്ങളൊരു കൂടാരത്തിൽ കയറി, ആ ആലുമ്പ് കയറി കൂടിയതിന് ശേഷം നിങ്ങളത് മുറിച്ചിട്ടുണ്ടോ? അതിലാദ്യം നിങ്ങളോട് ചെയ്ക്കായ കോമാട്ട് ചാലിൽ അബ്ദുള്ള ഗ്ലോബൽ വില്ലേജ് ഒക്കെ ചുറ്റി നടക്കുന്ന സാധനം ഉണ്ടല്ലോ, മുപ്പരൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഏതായാലും ചില്ലറ കൊണ്ടൊന്നും നടക്കൂല, അത് മുട്ടിമ വെച്ച് കൊത്തേണ്ടി വരും. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മതി ഞങ്ങളുടെ നേതാക്കളുടെയും ഞങ്ങളുടെ പ്രവർത്തകരുടെയും ഒക്കെ പരിശോധിക്കേണ്ട ആവശ്യം. നിങ്ങൾ സുന്യാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരത്ത് പൊന്തിച്ചു നോക്കി കഴിഞ്ഞാൽ അത് തലപ്പ് കട്ട് ചെയ്തിട്ടില്ല എന്നാണ് സുന്നത്തേക്കാത്ത സുന്യാന്ന്. നിങ്ങൾ ഈ സെന്റിനറി ഒക്കെ വെക്കുന്നുണ്ടല്ലോ ഡ്യൂപ്ലിക്കേറ്റ്, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ പരിപാടിക്ക് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചോളൂ. പറഞ്ഞത് കേട്ടല്ലോ. ഒരണപ്പല്ലേ
നന്നായി. ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തീറ്റ മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. അതിനിടയ്ക്ക് നമ്മളെ നൗഷാദ് നമ്മൾ ഇന്നുവരെയും പഠിച്ചതും കേട്ടതും മനസ്സിലാക്കിയതൊക്കെ പരിശുദ്ധ കഅബയാണ് നമ്മുടെ ഖിബില എന്നാണ്. എന്നാൽ പരസ്പര വൈരുദ്ധ്യങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ നൗഷാദ് പറയുന്നത് മസ്ജിദുൽ അഖ്സ കഅബയാണെന്ന്. മദീനയിലെത്തിയപ്പോ അള്ളാഹു നിർദ്ദേശിച്ചു, ഇനിയുള്ള നിസ്കാരം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ട് മതി. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് ആണ് കഅബ. കാരണം അവനെ പറഞ്ഞൊരു കാര്യമില്ല, അവരെ തൊള്ളയിൽ എന്താ വരുന്നത്, അത് ഹക്കാണെങ്കിലും ബാത്തിലാണെങ്കിലും. ഹക്ക് വരില്ല, ബാത്തിൽ എന്തും വിളിച്ചു പറയാം, അതിനാരെയും പേടിയില്ല. പടച്ചോനെ മറന്ന് ഹൽക്കിനെ ഹാലിക്കാക്കിയവനാണവൻ, അവനാരെയും പേടിയില്ല. ആരെയും ഞങ്ങൾ പേടിക്കേണ്ടതെന്നാണ് ചോദിച്ചത്. ആരെയും പേടിക്കേണ്ടില്ല. ആ മൂട്ടിൽ ആല് മുളച്ചാൽ അതൊരു തണൽ എന്ന് പറയുന്നവർക്ക് പിന്നെ എന്തും പേടിക്കേണ്ടല്ല, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും മസ്ജിദുൽ അഖ്സ നമ്മളറിയാതെ തന്നെ നൗഷാദും കൂട്ടരും അത് ഖിബലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അവരൊക്കെ അങ്ങോട്ട് തിരിഞ്ഞായിരിക്കും നിസ്കരിക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ എല്ലാ കോലാഹലങ്ങൾക്കിടയിലും ഈ കുരുവട്ടൂര് കൂടാരത്തിൽ കയറിയ ഏതോ ഒരു പച്ചസാധു പരിശുദ്ധ ഖുർആനിലെ ആയത്ത് തന്നെയാണ് മാറ്റിക്കളഞ്ഞത്. ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലു എന്ന ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് തന്നെയാണ് മാറ്റിക്കളഞ്ഞ. അവർ വിചാരിക്കുന്നത് പോലെ ഏത് സൃഷ്ടിയെയും ഖാലിക്കാക്കാമല്ലോ എന്നും പറഞ്ഞ് ഇന്നമ ഖാലിക്കുമുല്ലാഹു റസൂലു വൽ മുഅ്മിനൂൻ എന്നൊരു ആയത്തം പ്രഖ്യാപിച്ച് ധൈര്യമുണ്ടെങ്കിൽ അർത്ഥം വെക്കുമെന്നും പറഞ്ഞു. പിരാന്തന്മാർക്ക് എന്തും പറയാം എന്നതുപോലെയാണോ ബുദ്ധിയും ബോധമുള്ള ആളുകൾക്ക്? ഏതായാലും നൗഷാദിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നൗഷാദ് പറയുന്ന സകലമാന വികലമായ ആശയങ്ങൾ എന്തുണ്ടോ അതൊക്കെ വെല്ലുവിളിയായി ഞാൻ ഏറ്റെടുക്കുന്നു എന്നും പറഞ്ഞൊരു ഉസ്താദ് കുഞ്ഞാമദിനാണ് ഫോൺ ചെയ്തപ്പോൾ കുഞ്ഞാമദ് ഓടിയ മാർഗം കണ്ടിട്ടില്ല. ഇതാണ് അവരുടെ വെല്ലുവിളി. അവർക്ക് തന്നെ അറിയാം അവർ പറയുന്നതും അവർ ചെയ്യുന്നതും അവരുടെ ഒരു പ്രവർത്തനവും ഹക്കിന്റെ രീതിയിലല്ല, ശരിയായ രീതിയിലല്ല എന്നുള്ള ഉത്തമ ബോധം അവർക്കുണ്ട്. കാരണം അവർ ബാത്തിലിന്റെ മേൽ സ്ഥാപിക്കപ്പെട്ട പാർട്ടിയാണ്. ബാത്തിലിനൊരിക്കലും ഇവിടെ ശാശ്വതമായി അതിജീവിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധം അവർക്ക് തന്നെ ഉണ്ട്. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമസ്ത സെന്റിനറിയിൽ നമ്മുടെ നേതാക്കൾ പ്രഖ്യാപിച്ച ഓരോ കാര്യങ്ങളും അതിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ നേതാക്കൾക്ക് പിന്നിൽ അണിനിരക്കണമെന്നും ഇത്തരം ഇബ്ലീസുകാരുടെ ത്വരീഖത്തിൽപ്പെട്ട് ഉലയാൻ ഉള്ളതല്ല നമ്മുടെ സമസ്ത, അങ്ങനെ ശ്രമിച്ചവരാരും വിജയിച്ചിട്ടില്ല എന്നുള്ള ഉത്തമ ബോധം നമുക്കുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല ഉന്മേഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.